അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ യുദ്ധം എത്രത്തോളം നീളും എന്ന കാര്യത്തെക്കുറിച്ച് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യം, ഏപ്രിൽ 1 വരെ ഈ യുദ്ധം തുടരുന്നതാണ്. കാരണം അവർ സ്റ്റാർട്ടിങ് മുതലേ 3 അല്ലെങ്കിൽ 4 ഒരു ആഴ്ച ഈ ഒരു യുദ്ധം ഉണ്ടാവും എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഇന്നലെ ഇപ്പോൾ ട്രംപ് പറഞ്ഞത് ഇനി അതിലേറെ കൂടിയാൽ പോലും അത് നേരിടാൻ തങ്ങളുടെ സൈന്യം റെഡിയാണെന്നാണ്. ഇപ്പോൾ ഇന്നലെ ഇസ്രായേലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സമാധാന ചർച്ചകളുടെ തയ്യാറെടുപ്പുകളല്ല, മറിച്ച് യുദ്ധം തുടരുകയാണെങ്കിൽ അതിനെ എങ്ങനെ നേരിടാം, അപ്പോൾ ആ നിലക്കാണ് അവർ സൈനികരൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ ഒരു സജ്ജീകരണങ്ങളും അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് ഇസ്രായേൽ മുഴുവനും കാണാൻ കഴിയുന്നത്. കാരണം യുദ്ധം എത്രത്തോളം തുടരും അല്ലെങ്കിൽ എത്ര കാലം നീണ്ടു നിൽക്കും, അത്രത്തോളം തങ്ങൾ അത് നേരിടാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അവിടെ നിന്നൊക്കെ അറിയാൻ കഴിയുന്നത്. പിന്നെ തുർക്കി പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞത്, നിലവിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം അത് ഇത്രത്തോളം വഷളാവും കാരണം ഇസ്രായേൽ ആവശ്യമില്ലാതെ, കാരണം ഇസ്രായേലിൻ്റെ ഒരു താല്പര്യമാണ്, അതെന്തുകൊണ്ടാണെന്നുള്ളത് അറിയത്തില്ല. കാരണം ഈ ഒരു വാർ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം ഇത്രത്തോളം തുടരണം, അല്ലെങ്കിൽ ഇത് ഇപ്പോൾ അടുത്തൊന്നും നിൽക്കാൻ പാടില്ല, അത് ഇറാൻ്റെ ഒരു പരാജയം അത് കണ്ട് ഈ ഒരു ആക്രമണം അതിനൊരു അന്ത്യം പാടുള്ളൂ എന്നുള്ള ഒരു തീരുമാനം മെയിനായിട്ട് വരുന്നത് ഇസ്രായേലിനാണ്. അതിൻ്റെ പിന്നിൽ പല രാഷ്ട്രീയ താല്പര്യങ്ങളും ഇസ്രായേലിനുണ്ട്. മാത്രമല്ല അമേരിക്ക പല ജനങ്ങളും പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ പല അവിടുത്തെ ഓപ്പോസിറ്റ് പാർട്ടികൾ പറയുന്നത്, ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് ചെയ്തു കഴിഞ്ഞാൽ അമേരിക്ക ചെയ്ത തെറ്റ് ഖാംനെയിയെ വധിച്ചു എന്നുള്ളതാണ്. യുദ്ധത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവരുടെ ഒരു പരമോന്നത നേതാവിനെ അവർ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരുന്നു. മാത്രമല്ല ഇവിടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാഖോ ലിബിയയോ പോലെയല്ല. മുമ്പ് ഇറാഖിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ സദ്ദാം ഹുസൈനെതിരെ അവിടുത്തെ ജനങ്ങൾ തന്നെ എതിരായിരുന്നു. അതുപോലെ ലിബിയയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ മുഅമ്മർ ഗദ്ദാഫിക്കെതിരെ അവിടുത്തെ ജനങ്ങൾ തന്നെ എതിരുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം സാഹചര്യത്തിൽ എന്താണ് അമേരിക്കക്ക് നേട്ടം എന്ന് പറയുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു ഭരണാധികാരിക്കെതിരെ അവിടുത്തെ ജനങ്ങൾ തന്നെ എതിരാകുന്ന ഒരു അവസ്ഥയിലാണ് അവിടുത്തെ ജനപിന്തുണ ഈ ഒരു ആളുകൾക്ക് കിട്ടുള്ളൂ, ഈ ഒരു യുദ്ധം തുടങ്ങി വെക്കുന്ന ആളുകൾക്ക് കിട്ടുള്ളൂ. പക്ഷേ ഇറാനിൻ്റെ വിഷയത്തിൽ അതൊരിക്കലും സാധ്യമല്ല. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയ നേതാവും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാവും എന്നുള്ളത് ഒരേ ഒരു ഉറവിടമാണ്. മാത്രമല്ല രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി കൊടുക്കാൻ വരെ തയ്യാറാകുന്ന ആ ഒരു ഐഡിയോളജിയുമായിട്ട് മുന്നോട്ട് വന്ന രാജ്യമാണ് ഇറാൻ എന്നുള്ളത്. അപ്പോൾ ട്രംപ് കരുതിയതുപോലെ, അതായത് ഇറാഖും ലിബിയയൊക്കെ എങ്ങനെയാണോ തങ്ങളെ പിടിച്ചടക്കിയത് ആ ഒരു രീതിയിൽ ഇറാൻ പിടിച്ചടക്കുക എന്നുള്ളത് അസാധ്യമാണ്. അപ്പോൾ അത് അവിടെ കണക്ക് കൂട്ടലിൽ അമേരിക്കക്ക് പിഴച്ചിട്ടുണ്ട്. മാത്രമല്ല നിലവിലെ ഒരു സാഹചര്യത്തിൽ ലെബനാനിലെ ഹിസ്ബുള്ളയും കൂടി ഈ ഒരു ആക്രമണത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം ഇറാനെയും പ്രതിരോധിക്കണം, അതുപോലെ തന്നെ ലെബനാനിൽ നിന്ന് വരുന്ന ഹിസ്ബുള്ള തൊടുത്തുവിടുന്ന മിസൈലുകളെയും പ്രതിരോധിക്കണം. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇസ്രായേലുള്ളത്. ഇനി ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ റീസൺസ് എന്താണെന്നാ, അമേരിക്കയിലെ പല മിലിറ്ററി ബേസുകളും നിലനിൽക്കുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളാണ്. അതിലേറ്റവും വലുതുള്ളത് ഖത്തറിലാണ്. ഇനി അടുത്തൊരു ചോദ്യം ഉണ്ടാവുക, എന്തുകൊണ്ടെന്നാ UAE എങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നു, UAEയിലേക്ക് എന്തുകൊണ്ട് ഇത്രത്തോളം അധികം മിസൈലുകൾ തൊടുത്തുവിടുന്നതാണ്. കാരണം UAEയിലുള്ള ഇസ്രായേലികളുടെ എണ്ണം എന്ന് പറയുന്നത് കുറച്ച് അധികമുണ്ട്. അതായത് UAEയിൽ ഒരുപാടധികം ഇസ്രായേലി പൗരന്മാരുള്ളത് കൊണ്ട് തന്നെ ആ ഒരു രാജ്യത്തേക്ക് ഇങ്ങനെ ആക്രമണം അഴിച്ചുവിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിൻ്റെ അകത്ത് ഈ ആക്രമണത്തിന് ഇരയാകുന്നവരുടെ ബന്ധുക്കൾ എന്ത് ചെയ്യും, ഇസ്രായേലിനകത്ത് തന്നെ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ അത് ഇസ്രായേൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഉണ്ടാകാൻ വേണ്ടിയാണ് ഇറാൻ പ്രധാനമായിട്ടും എമിറേറ്റ്സ് അഥവാ UAE അവർ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളോട് ആദ്യമൊക്കെ ഇറാൻ വാണിംഗ് കൊടുത്തിരുന്നു. കാരണം ഈ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ തങ്ങൾക്കെതിരെ നിൽക്കുന്ന ആളുകളെ ഞങ്ങൾ അതിനുള്ള പകരം ചോദിക്കുമെന്നുള്ളതിൽ. പ്രധാനപ്പെട്ട മറ്റൊരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇറാനിൽ മസ്ജിദ് റീള മസ്ജിദ് ഇമാം റീള ആ ഒരു പള്ളിയുടെ അതിൻ്റെ മിനാരത്തിൽ ഒരു കറുത്ത പതാക ഉയർത്തിരിക്കുകയാണ്. ഷിയ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കറുത്ത പതാക ഉയർന്നതിൻ്റെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതികാരം എടുക്കുന്ന ആ ഒരു ടൈമിലാണ്. കാരണം തങ്ങൾക്ക് പ്രതികാരം എടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിനുള്ള സമയമായി എന്ന് സൂചിപ്പിക്കുന്ന ഒരു മെസ്സേജാണ് ആ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത് ഓൾറെഡി ഇറാനിലെ മസ്ജിദ് റീളയിൽ അത് ഉയർന്നു കഴിഞ്ഞു. കാരണം ഇനി ഇറാനി ജനത തങ്ങളുടെ പരമോന്നത നേതാവായിട്ടുള്ള ഖാമനയുടെ അതിനുള്ള പ്രതികാര ദാഹത്തോട് കൂടിയിട്ടാണ് ജനത ഇനി ഇറങ്ങിയിട്ടുള്ളത്. കാരണം ഒരു നിലക്കും ഇനി, അതായത് ട്രംപ് കണക്ക് കൂട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ ഒരു നേതാക്കന്മാരെ വധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ തെരുവിലിറങ്ങുകയും ഇറാഖിലും ലിബിയയിലൊക്കെ നടന്നതുപോലെ അവിടെ ഭരണം അട്ടിമറി ഉണ്ടാവും എന്നുള്ള ഒരു കണക്കൂട്ടലായിരുന്നു. പക്ഷെ അത് പൂർണ്ണമായിട്ടും തെറ്റുക എന്ന് മാത്രമല്ല, ഇറാനി ജനത കുറച്ചുകൂടി ഐക്യപ്പെടുകയും അവർ ഈ ഒരു അമേരിക്കക്കെതിരെ തിരിയുന്ന അല്ലെങ്കിൽ തങ്ങളുടെ നേതാവിനെ വധിച്ചതിനെ ചോദ്യം ചെയ്യാവുന്ന രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് ജനം തെരുവിലിറങ്ങുന്ന അവസ്ഥയാണ് ഉണ്ടായത്. കാരണം എന്തൊരു ലക്ഷ്യത്തിനാണോ അമേരിക്ക ആക്രമണം നടത്തിയത് അതിൻ്റെ വിപരീതമായിട്ടാണ് ഇപ്പോൾ അമേരിക്ക അവിടെ ഇറാനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മിഡിൽ ഈസ്റ്റിൽ ഇനി ഏപ്രിൽ 1 വരെ ഈ ഒരു പ്രശ്നം തുടരുമെന്നും, എന്നാൽ വെറും ഇറാനിനും അമേരിക്കയ്ക്കും ഇടയിൽ ഒതുങ്ങി നിൽക്കാതെ പല രാജ്യങ്ങളിലേക്കും ഇത് വ്യാപിക്കും. കാരണം നിലവിൽ ഇപ്പോൾ അമേരിക്ക ഏകദേശം 14 രാജ്യങ്ങളിൽ നിന്ന്, അതായത് ഈ ഇറാൻ്റെ പരിസരത്തുള്ള 14ഓളം രാജ്യങ്ങളിൽ നിന്ന് തങ്ങളുടെ പൗരന്മാരോട് അവിടുന്ന് പിന്തിരിഞ്ഞ് പോരാൻ പറഞ്ഞിട്ടുണ്ട്. എത്രയും വേഗം പരമാവധി, അതായത് എത്രയും പെട്ടെന്ന് തന്നെ അത്തരം രാജ്യങ്ങളിൽ നിന്നും അമേരിക്കൻ പൗരന്മാർ തിരിച്ചു വരണമെന്നുള്ള രീതിയിൽ അവിടുത്തെ എംബസികളൊക്കെ അവിടുത്തെ അമേരിക്കൻ പൗരന്മാർക്കുള്ള മെസ്സേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇരു രാജ്യങ്ങളും യുദ്ധം ഇനി നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതൊക്കെ നേരിടാൻ തന്നെ അല്ലെങ്കിൽ ശക്തമായ രീതിയിൽ തന്നെ ഇത് കനക്കുകയും വളരെ ഒരു പ്രശ്നത്തിലേക്ക് പോകും എന്നുള്ള സൂചനകളാണ് ഇതിൽ നിന്നൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.